ആദ്യം തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളവും ഇംഗ്ലീഷും ഒരുപാട് PYQ സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് മാത്രം വരുന്ന ഷോർട്സ് ആണത്. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. ഞാൻ ശരിയായി ക്രമപ്പെടുത്തി എഴുതിയിരിക്കുന്നതാണ്. മകളുടെ മകൻ ദൗഹിത്രൻ, ഭാര്യയുടെ പിതാവ് ശശൂരൻ, സഹോദരീ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മകളുടെ മകൻ ദൗഹിത്രൻ, ഭാര്യയുടെ പിതാവ് ശശൂരൻ, സഹോദരീ പുത്രൻ ഭാഗിനേയൻ, സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. ഇനി ഒരു അർത്ഥമാണ് ചോദിച്ചത്. സ്പർശിക്കാൻ പാടില്ലാത്തവൻ, അസ്പൃശ്യൻ. സ്പർശിക്കാൻ പാടില്ലാത്തവന് പറയുന്നതാണ് അസ്പൃശ്യൻ. അടുത്ത ചോദ്യം, ആചാര്യൻ ഏതുതരം ബഹുവചന രൂപമാണ്? പൂജക ബഹുവചനം. ആചാര്യൻ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനമാണ്, അത് ഓർത്തു വെക്കുക. ഇനി ശരിയായ മലയാള തർജ്ജമയാണ് ചോദിച്ചത്. പരീക്ഷയ്ക്ക് ഇതിൽ 3 തെറ്റായിട്ടായിരുന്നു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ കറക്റ്റായിട്ടുള്ളതാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തായാലും പഠിച്ചു പോവുക. ഫ്ലൈ ഓൺ ദ വോൾ, നിരീക്ഷകൻ വീക്ഷിക്കുന്നവൻ. ഫ്ലൈ ഓൺ ദ വോൾ, നിരീക്ഷകൻ വീക്ഷിക്കുന്നവൻ, അതാണ് ശരിയായ തർജ്ജമ. ഔട്ട് ഓഫ് ദ വുഡ്സ്, അപകടത്തിൽ നിന്ന് കരകയറി പ്രശ്നത്തിൽ നിന്ന് മുക്തനായി. ഔട്ട് ഓഫ് ദ വുഡ്സ് തർജ്ജമ അപകടത്തിൽ നിന്ന് കരകയറി പ്രശ്നത്തിൽ നിന്ന് മുക്തനായി. ഡൗൺ ടു എർത്ത്, യഥാർത്ഥ്യബോധമുള്ള വിനീതനായ. ഡൗൺ ടു എർത്ത് തർജ്ജമ യഥാർത്ഥ്യബോധമുള്ള വിനീതനായ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, ഇത് നമ്മൾ ഇടയ്ക്ക് കേൾക്കുന്നതാണ്. വല്ലപ്പോഴും വളരെ വിരളമായി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വല്ലപ്പോഴും വളരെ വിരളമായി.